السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار فأنقذكم منها كذلك يبين الله لكم آياته لعلكم تهتدون. قال النبي صلى الله عليه وسلم: كن في الدنيا كأنك غريب أو عابر السبيل وعد نفسك من أصحاب القبور أو كما قال سيدنا رسول الله. സർവാധിനാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല ദീനിന്റെ പേരുള്ള നമ്മുടെ സ്നേഹത്തെയും സംഗമത്തെയും സ്വീകരിക്കുമാറാകട്ടെ. അവന്റെ കവനീയമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഇതുപോലെ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം ഓരോരുത്തരും അല്ലാഹുവിന്റെ അടിമകളാണ്. അവൻ ആഗ്രഹിക്കുന്നത് അവന്റെ അടിമയിൽ നിന്നും അനുസരണയുള്ളവരെയാണ്. ആ അനുസരണ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം? പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും നിന്ദിക്കുന്നവരും നിഷേധിക്കുന്നവരും അതിനെ പരിഹസിക്കുന്നവരും സോഷ്യൽ മീഡിയകളിൽ കൂടി അത് അറവുളവാക്കുന്ന, അല്ലെങ്കിൽ അത് കേൾക്കിട്ട് നിൽക്കാൻ ഒരു മുഅ്മിന് സാധ്യമാകാത്ത നിലയിൽ കളിയാക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ്. പടച്ചവൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതുപോലുള്ള ഒരു സാഹചര്യത്തിൽ നാം ഒറ്റക്കെട്ടായി നിന്ന് ദീനിനു വേണ്ടി നിലകൊള്ളുവാൻ അല്ലാഹു ആഹ്വാനം ചെയ്യുകയാണ്. വഅ്തസിമൂ ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ. നിങ്ങൾ അല്ലാഹുവിന്റെ പാശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ ഭിന്നിക്കാതെ ഇരിക്കുവീൻ എന്ന് പരിശുദ്ധ ഖുർആനിൽ കൂടി അല്ലാഹു നമ്മോട് കൽപ്പിക്കുകയാണ്. അപ്പോൾ നാം ഭിന്നിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഭിന്നിക്കാൻ പാടില്ല. വലാ തഫറഖൂ. നിങ്ങൾ അങ്ങനെ ഭിന്നിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഈമാനിന്റെ കാറ്റങ്ങ് ഊരിവിട്ടതുപോലെ ആയിപ്പോയി. അതുകൊണ്ട് നിങ്ങൾ ഭിന്നിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആനിൽ കൂടി അല്ലാഹു കൽപ്പിക്കുകയാണ്. ആനുകാലികമായി നാം സംവദിക്കുകയാണെങ്കിൽ ചില കാര്യങ്ങൾ പറയാതെ പോയാൽ മറ്റാര് പറയാനാണ്? മുഹറം മാസത്തിന്റെ കാര്യം നാം എടുക്കാം. ഒരു വർഷത്തിന്റെ തുടക്കമായ മുഹറം മാസത്തിൽ ഇന്ന് നാം കാണുന്നത് പോലെ അതിന്റെ പിറയെ ചൊല്ലിയുള്ള തർക്കം, അത് സോഷ്യൽ മീഡിയകളിൽ കളിയാക്കുന്നതിന് വേണ്ടി, പണ്ഡിതന്മാരെ പരിഹസിക്കപ്പെടുന്നതിന് വേണ്ടി നാം നിന്നു കൊടുക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പണ്ഡിത സമൂഹം വരെ എത്തിയിട്ടുള്ളത്. മുൻപ് പിറയുടെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, റമളാനിൽ പിറ കാണുന്ന വിഷയം. എങ്കിലും ഏകദേശം മുഅ്മിനീങ്ങൾ, ദീനിന്റെ സുന്നത്ത് ജമാഅത്തിനെ അംഗീകരിക്കുന്നവർ എല്ലാവരും ഒറ്റക്കെട്ടായി സമ്മതിക്കുന്ന അല്ലെങ്കിൽ അംഗീകരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നുവെങ്കിൽ ഇന്ന് ദക്ഷിണ കേരള എന്ന് പറയുന്ന എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന, തള്ളിക്കളയാൻ സാധ്യമല്ലാത്ത അതിന്റെ ഇടയിൽ പോലും വിള്ളലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം പിറയെ കണ്ടു എന്നും കണ്ടില്ല എന്നും പറയുന്നു. ഞാൻ പറയട്ടെ, പിറ എന്നുള്ളത്
അതിന്റെ വിഷയത്തിൽ ഏകോപിപ്പിച്ച് ഒരു ഖാളി ഉണ്ടെങ്കിൽ ആ ഖാളി പറയുന്നത് പോലെ കേൾക്കുക. അല്ലെങ്കിൽ എല്ലാവരും പണ്ഡിതന്മാരൊക്കെയും ഏകോപിപ്പിച്ചിട്ട്, എല്ലാവരും ഫിഖ് പഠിച്ചവരാണ്, ഞാൻ മറ്റൊന്നും കൊണ്ട് പറയുന്നതല്ല, ഇത് സോഷ്യൽ മീഡിയകളിലേക്ക് ഇറങ്ങുമ്പോൾ പ്രവാചകനെ നിന്ദിക്കുന്നതിനോടൊപ്പം മനുഷ്യനല്ല ഇന്നത്തെ കുഴപ്പക്കാർ, മറിച്ച് ആ ഇസ്ലാം എന്ന് പറയുന്ന ആ പ്രത്യയശാസ്ത്രമാണ്, അല്ലെങ്കിൽ അള്ളാഹു എന്ന് പറയുന്ന ആ പേര്, അല്ലെങ്കിൽ അങ്ങനെ അള്ളാഹു ആണ് ഇതിന്റെ പ്രശ്നത്തിന് പിന്നിൽ എന്ന് പറയുന്ന മുസ്ലിമിന്റെ നാമം വെച്ചുകൊണ്ട് തന്നെ ഇസ്ലാമിനെ കളിയാക്കപ്പെടുന്നതിന് വേണ്ടി മറ്റുള്ളവരുടെ മീഡിയകൾക്ക് മുന്നിൽ നിൽക്കപ്പെടുന്ന അമുസ്ലിമായ ഇസ്ലാം നാമധാരികളെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഇടയിലേക്ക് ഇതങ്ങോട്ട് ഇറങ്ങുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, പ്രത്യേകിച്ച് പണ്ഡിതന്മാരെ നാം സൂക്ഷിക്കണം. ഇപ്രകാരമുള്ള അവസ്ഥ മുഹറം മാസത്തിലാണെങ്കിൽ ഓക്കെ, അത് സമ്മതിക്കാം. പക്ഷേ ഇതുപോലെ ആയിരിക്കുകയില്ല ഇനി അടുത്ത മാസത്തിന്റെ അടുത്ത മാസം എന്ന് പറയുന്ന റബീഉൽ അവ്വലിൽ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ നിലയിൽ നാം ഇടയിൽ ഭിന്നത ഉണ്ടായി തീർന്നാൽ AP വിഭാഗം പറയുന്നതും EK വിഭാഗം പറയുന്നതും വ്യത്യസ്തം, അതോടൊപ്പം തന്നെ ദക്ഷിണയിൽ തന്നെ രണ്ട് പിളർപ്പായെങ്കിൽ നാം സൂക്ഷിക്കേണ്ടതാണ്. ഇത് സൂക്ഷിക്കേണ്ടതാണ്. നമുക്ക് പരസ്പരം വഴക്കുണ്ടാക്കാനുള്ളതല്ല ദീൻ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് പറഞ്ഞത്? ഞാൻ സന്ദർഭോചിതമായി പറയട്ടെ. നിങ്ങൾ നിസ്കരിക്കുന്നുണ്ട്, നിങ്ങൾ നോമ്പ് നോക്കുന്നുണ്ട്, നിങ്ങൾ ഹജ്ജ് ചെയ്യുന്നുണ്ട്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, ഇതിനേക്കാൾ എല്ലാം ശ്രേഷ്ഠമായ ഒരു അമൽ ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് ആദരവായ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. നമുക്കറിയാം. അപ്പോൾ അതേ എന്ന് പ്രവാചകരോട് കൂടിയിരുന്ന സഹാബത്ത് പറഞ്ഞപ്പോൾ തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തൊരു മറുപടിയുണ്ട്. അത് നിങ്ങളുടെ ഇടയിലുള്ള ഐക്യമാണ്. ആ ഐക്യമാണ്. ഏത് നിലയിൽ കത്തികൊണ്ട് മുടിയെ വടിക്കുമ്പോൾ, ഏത് നിലയിൽ ഏത് നിലയിൽ മുടി ഇല്ലാതായി തീർന്നു, ഇതുപോലെ ദീനും ഒരു സമയത്ത് നിങ്ങൾ ഇടയിൽ പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ അതുപോലെ ദീനില്ലായ്മ, പരസ്പരമുള്ള വഴക്കുകൾ ദീനിനെ അങ്ങ് വടിച്ചു കളയുമെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പണ്ഡിതരെ, നിങ്ങൾ ഒരിക്കലും ഭിന്നിക്കരുത്, നിങ്ങൾ ഒരിക്കലും പരസ്പരം വഴക്കുണ്ടാക്കരുത്. ഒറ്റ മുത്തിലെ മാലകൾ പോലെ കോർക്കപ്പെടുന്ന നിലയിൽ നിങ്ങൾ ആയില്ല എങ്കിൽ, മണിമുത്ത് ഏത് നിലയിൽ തസ്ബീഹ് മാലയുടെ ആ ചരടങ്ങ് വിച്ഛേദിക്കപ്പെടുമ്പോൾ വരുന്നത് പോലെ ഫിത്നകൾ വരുന്ന ഒരു കാലഘട്ടമാണ് ഖിയാമത്തിനോട് അടുത്തത് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പോൾ നാം ചിന്തിക്കേണ്ടത് എന്താണ്? ഇങ്ങനെ ഒരു ഫിത്നയിലേക്ക് പോകുന്നതിന് കാരണം പണ്ഡിതന്മാരാണെങ്കിൽ നാം അതിൽ പെടരുത്. എനിക്ക് പറയാൻ അർഹതയുണ്ടോ? എന്നേക്കാൾ മുതിർന്ന പണ്ഡിതനാണ്, എന്റെ ഉസ്താദുമാരാണ്. പക്ഷേ ഇത് പറയാതിരുന്നാൽ, ഇത് സോഷ്യൽ മീഡിയകളിൽ വന്നു കഴിയുമ്പോൾ അവർക്ക് സിനിമയുടെയും ഫിലിമിന്റെയും ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് കളിയാക്കാനുള്ള, ഒരു പ്രഹസനത്തിനുള്ള ഒരു വകയാക്കി നാം പിറകാണുന്നതിനെ ആക്കി മാറ്റരുതേ എന്ന് ഞാൻ പറയുകയാണ്. ഈ മുഹറം മാസത്തിന്റെ അവസ്ഥ ഇനി ഒരിക്കലും ഒത്തുചേർന്നുകൊണ്ട് ഒരുമിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ഇടയിൽ വിള്ളലുകൾ വീണു കഴിഞ്ഞാൽ, എന്റെ പ്രിയമുള്ളവരെ, ശത്രുക്കൾക്ക് അല്ലെങ്കിൽ ഇതിനെ കളിയാക്കുന്നവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അവർ സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ആ ഈമാനിൽ ബലഹീനതയുള്ളവരെ വശീകരിക്കുന്നതിന് വേണ്ടി അവർ കോപ്പ് കൂട്ടിയിരിക്കുന്ന സന്ദർഭത്തിലാണ് നാം ഉള്ളത്. അതുകൊണ്ട് അങ്ങനെ ഒന്നാവാൻ നാം പാടില്ല. ഈ മുഹറം മാസത്തിൽ സംഭവിച്ചത് ഇനി വരുന്ന റബീഉൽ അവ്വൽ സംഭവിക്കാൻ പാടില്ല. ഇറാനിന്റെ പേരിൽ ഒരു മുഅ്മിനാണല്ലോ, അല്ലെങ്കിൽ മുസ്ലിമാണ്, ഇറാൻ ജയിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഇറാൻ മറ്റുള്ളവരുടെ മുമ്പിൽ തലയെടുപ്പോടുകൂടി നിൽക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് സന്തോഷത്തിന്റെ വകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലും വിള്ളലുകൾ വരുത്തിക്കൊണ്ട് ഇറാൻ എന്നുള്ളത് ഷിയയാണ്, മറ്റേത് സുന്നിയാണ്, അതുകൊണ്ട് സുന്നികൾക്ക് സൗദി അറേബ്യ പോലുള്ള സുന്നികൾക്ക് പ്രശ്നമുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ വിജയിക്കാതിരുന്നാൽ കൊള്ളാം എന്ന് പറയുന്നവരുമുണ്ട്. ഇങ്ങനെ പ്രശ്നമുണ്ടാക്കി, ഇടയിൽ പ്രശ്നമുണ്ടാക്കി ഭിന്നതകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ശൈത്താനെ പോലെ പരിശ്രമിക്കുന്ന മനുഷ്യരുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, നാം ഒറ്റക്കെട്ടോടുകൂടി ഇരിക്കണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വഅ്തസിമൂ ബിഹബിലില്ലാഹി
ബില്ലാഹി ജമീഅ, നിങ്ങൾ അല്ലാഹുവിന്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക, ഇല്ലെങ്കിൽ ഫതദ്ഹബ റീഹുക്കും, നിങ്ങളുടെ കാറ്റ് പോകും, നിങ്ങളുടെ കാറ്റ് പോകും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ കാറ്റ് പോകണമെങ്കിൽ എന്താണ്? ഈമാനിന്റെ കാറ്റാണ് അവിടെ പോകുന്നത്. ഇത് വേറെ ആരും പറഞ്ഞതല്ല. ഹദീസാണെങ്കിൽ സ്വഹീഹ് ബുഖാരിയിലുണ്ടോ അല്ലെങ്കിൽ ലഈഫാണോ മറ്റു കാര്യങ്ങൾ പറയാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധ ഖുർആൻ തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അവിടെ നമുക്കത് നോക്കേണ്ട കാര്യമില്ല. അവിടെ പരിശുദ്ധ തദ്ഹബ റീഹ, റീഹ എന്ന് പറഞ്ഞാൽ കാറ്റ് തന്നെയാണ്. തദ്ഹബ എന്ന് പറഞ്ഞാൽ പോകുന്നു തന്നെയാണ്. പ്രത്യേകിച്ച് അർത്ഥമില്ല. അവിടെ വ്യക്തമായി മനസ്സിലാകും, നിങ്ങൾ പരസ്പരം ഭിന്നിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ കാറ്റ്, ബലൂണിലെ കാറ്റ് കുത്തിവിട്ടാൽ എപ്രകാരം അതിന്റെ പിന്നെ അതോടുകൂടി ഈമാനിന്റെ കാറ്റാണ് നിങ്ങളിൽ നിന്ന് പോയി പോകുന്നത്. ബലൂൺ ഇല്ലാതാകുന്നത് പോലെ ഈമാനും നിങ്ങളിൽ നിന്ന് ഇല്ലാതായി പോകും. ഈമാൻ ഇല്ലാത്തവർക്ക് നിങ്ങളെ കളിയാക്കുന്നതിന് നിങ്ങൾ നിന്നു കൊടുക്കരുത്. മുടിയെ വടിക്കുമ്പോൾ എപ്രകാരം ഇല്ലാതായി തീരുമോ അതുപോലെ തന്നെയാണ് നിങ്ങൾ പരസ്പരം വഴക്കുണ്ടാക്കിയാൽ, പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ. ഞാൻ മറ്റൊന്നും കൊണ്ട് പറയുന്നതല്ല, ഒരു പണ്ഡിതർ കളിയാക്കാൻ പാടില്ല. പക്ഷേ ഈ സാഹചര്യം ഇത് വളരാൻ അനുവദിച്ചുകൂടാ. എന്തെങ്കിലും ഒരു ധാർഷ്ട്യത്തിന്റെ പേരിൽ, എന്തെങ്കിലും ഒരു വാക്ക് തർക്കത്തിന്റെ പേരിൽ അത് ഉള്ളിൽ തീർക്കേണ്ട കാര്യങ്ങൾ അത് പൊതുസമൂഹത്തോട് എങ്കിലും അൽഹംദുലില്ലാഹ് എല്ലാ മസ്ജിദുകളെയും പണ്ഡിതന്മാർ ഏകോപിപ്പിച്ചുകൊണ്ട് ഈ പ്രശ്നത്തെ വഷളാക്കാതെ ഇരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എങ്കിലും ഒരു രീതിയിലും വഷളായിട്ടില്ല എന്ന് നാം പറയാറായിട്ടില്ല. സോഷ്യൽ മീഡിയകളിലൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമമാണ്. ഏതെങ്കിലും ദീനില്ലാത്ത ഒരു മനുഷ്യനാണ് പ്രശ്നമുണ്ടാക്കുന്നതെങ്കിൽ, അതിന്റെ പേരിൽ ദീനിനെ കളിയാക്കുന്നതെങ്കിൽ ഓക്കെ. പക്ഷേ ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നത് പ്രശ്നക്കാരായ നമ്മളെ പണ്ഡിതന്മാരാണ്. അപ്പോൾ അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല. മുഹറത്തിൽ സംഭവിച്ചത് റബീഉൽ അവ്വലിൽ സംഭവിക്കരുത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളതിന്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് നാം സ്നേഹത്തോടുകൂടി നിൽക്കണം. പണ്ഡിതന്മാർ പരസ്പരം ഇരുന്ന് ചർച്ച ചെയ്ത് സ്നേഹത്തോടുകൂടി, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഞാനാണ് വലിയ ആള്, നാലായിട്ട് നിന്നാൽ എനിക്ക് പറയാനുള്ളത് ഒരു കഥയാണ്. ഒരു കാട്ടിലേക്ക് കടന്നു വന്ന സിംഹത്തിന്റെ ഒരു കഥ. ഒരു കാട്ടിലേക്ക് കടന്നു വന്ന സിംഹം കാട്ടിൽ വന്നപ്പോൾ 4 പശുക്കളെ, അല്ലെ കാട്ടുപശുക്കളെ കണ്ടു. ആ 4 കാട്ടുപശുക്കളും സിംഹം ആക്രമിക്കാൻ വരുമ്പോൾ ആ 4 കാട്ടുപശുക്കളും സിംഹത്തെ ആക്രമിച്ച് ഓടിക്കുന്ന ഒരവസ്ഥ കണ്ടു. സിംഹം മാറി നിന്നു പോയി. വീണ്ടും ആക്രമിക്കാൻ അവരടുക്കിലേക്ക് വന്നു. വീണ്ടും സിംഹം പരാജിതൻ തന്നെ. വീണ്ടും സിംഹത്തിന്റെ അടുക്കലേക്ക്, സിംഹം ആ പശുക്കളുടെ അടുക്കലേക്ക് വന്നപ്പോൾ പരാജിതൻ ആയി വന്ന ആ സിംഹം മനസ്സിലാക്കി, ഇവരുടെ ഐക്യമാണ് പ്രശ്നം. എനിക്കിവരെ കാർന്നു തിന്നണമെങ്കിൽ ഇവരുടെ ഐക്യം നശിപ്പിക്കണം. അതിനെന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്? എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? അങ്ങനെ സിംഹം കൂലങ്കഷമായി ചിന്തിച്ചതിന്റെ പരിണിതഫലമായിട്ട് അവനൊരു ഉത്തരം കിട്ടി. ഒരു പശു കറുത്തതാണ്, മറ്റേ പശുവിൽ വെളുപ്പുണ്ട്. മൂന്നാമനോ ചുവന്നവൻ, മറ്റവനോ തവിട്ട് നിറം. ഇങ്ങനെയുള്ള ഈ പശുക്കളെ അതിന്റെ വർണ്ണത്തിന്റെ പേരിൽ അവരുടെ അടുക്കലേക്ക് ഒരു ചെറിയ നിലയിൽ അവർക്ക് ഇടയിൽ പ്രശ്നമുണ്ടാക്കിയാൽ, അവർ 4 പേരെയും 4 ആക്കി നിർത്തിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വിജയിക്കുവാൻ സാധിക്കും എന്ന് സിംഹം മനസ്സിലാക്കിക്കൊണ്ട് സിംഹം അവരുടെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്: കറുത്തവനെ, നീ ചുവന്നവന്റെ കൂടെയാണോ നിൽക്കുന്നത്? ചുവന്നവനെ, നീ തവിട്ട്. 4 പേരും 4 ആൾക്കാരാണല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോൾ അവർ പരസ്പരം ചിന്തിച്ചു, പരസ്പരം പ്രശ്നമുണ്ടാക്കി. അങ്ങനെ 4 പേരും കലഹിച്ച് അകന്നകന്ന് ഒരാൾ പുല്ല് തിന്നുന്നതിന്റെ അടുക്കലേക്ക് മറ്റേ ആൾ വരാൻ പാടില്ല, മറ്റേവൻ പുല്ല് തിന്നുന്ന അടുക്കലേക്ക് മറ്റേവൻ വരാൻ പാടില്ല. അങ്ങനെ 4 പേരെയും 4 ആക്കി നിർത്തുന്ന ഒരു കഥയുണ്ട്. അങ്ങനെ 4 ആക്കി നിർത്തി ആദ്യം ചെറിയ നിലയിലുള്ള അവരുടെയുള്ള വിടവിനെ പിന്നീട് വലുതാക്കുകയും വലുതായി 4നെയും 4 ഭാഗത്തായി കിട്ടുകയും ചെയ്തപ്പോൾ സിംഹത്തിന് ഒരുവൻ
ഒരുവനെ പിടിക്കുമ്പോൾ മറ്റേവൻ പുറകിലൂടെ വന്ന് കുത്തുന്ന ഒരവസ്ഥ മാറിക്കിട്ടുകയും യഥേഷ്ടം അവന് ഭോജിക്കുവാൻ ഭക്ഷിക്കുവാൻ കിട്ടുന്ന നിലയിലേക്ക് ആ പശുക്കളെ കിട്ടി എന്ന് പറയുന്ന ഒരു കഥ ഞാൻ ഓർത്തു പോവുകയാണ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ എത്തിച്ചേർന്നാൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ നമ്മൾ മുടി എപ്രകാരം ഇല്ലാതാക്കി കളയുമോ അതുപോലെ പരസ്പരമുള്ള വഴക്ക് ദീനിനെ ഇല്ലാതാക്കി കളയും. അതോടൊപ്പം എന്റെ പ്രിയമുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ കൂടി പറഞ്ഞ എന്താണ്? വഅതസിമു ബിഹബിലില്ലാഹി ജമീഅൻ, നിങ്ങൾ നിങ്ങളുടെ അല്ലാഹുവിന്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം. അതോടൊപ്പമോ ഇങ്ങനെ ചെയ്യണമെങ്കിൽ, പരസ്പരം സ്നേഹം ഉണ്ടാകണമെങ്കിൽ അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ കൂടി പറഞ്ഞത്, നിങ്ങൾ നല്ലതായ കാര്യങ്ങൾ നിങ്ങൾ പരസ്പരം ഒരു മനുഷ്യൻ നിങ്ങൾ പരസ്പരം ഒരാൾ നിങ്ങളോട് ആക്രമിച്ചാൽ, ഏതെങ്കിലും നിലയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ, നിങ്ങളുടെ വീട്ടു പ്രശ്നങ്ങളാകട്ടെ, അയൽപക്ക പ്രശ്നങ്ങളാകട്ടെ, പരസ്പരം ഉലമാക്കളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളാകട്ടെ, അന്താരാഷ്ട്ര പ്രശ്നങ്ങളാകട്ടെ, ഏത് പ്രശ്നവും നിങ്ങളോട് ഒരാൾ പ്രശ്നമുണ്ടാക്കിയാൽ തിരിച്ചവന് നിങ്ങൾ പ്രതികാരം വീട്ടേണ്ടത് നന്മ കൊണ്ടാണ്. പ്രതികാരം വീട്ടണം, അത് നന്മ കൊണ്ടാണ്. അങ്ങനെ നന്മ കൊണ്ട് പ്രതികാരം വീട്ടിയാൽ ആ രണ്ടുപേർക്കും ഗുണമാണ്. ഇത് ആ പരസ്പരം പ്രശ്നമുള്ള ആളുകളുണ്ടല്ലോ, ആ പരസ്പരം നമ്മെ കടിച്ചു കീറാൻ വന്ന ആളുകൾ, നമുക്ക് വേണ്ടി നമ്മളെ നശിപ്പിക്കുന്നതിന് വേണ്ടി കൂലങ്കശമായി ചിന്തിച്ചു കൊണ്ടിരുന്ന ആളുകൾ പിന്നീട് പരസ്പരം നമ്മെ സഹായിക്കുന്നവരായി ഒരു വലിയായി തീരും, ഒരു സ്നേഹിതനായി തീരും. പരസ്പരം നമ്മെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഇന്ന് പരസ്പരം സഹായിയായി തീരും. നമുക്ക് ആപൽഘട്ടത്തിൽ നമ്മളെ സഹായിക്കുന്നത് ഇന്ന് നമ്മുടെ ശത്രുവായിരുന്നവനാണ്. എന്ത് ചെയ്യണം? നന്മ ചെയ്യണം. അവന് വേണ്ടി നമ്മൾ നന്മ ചെയ്യണം. അവനെ നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിക്കാതെ ഇങ്ങോട്ട് തിന്മ ചെയ്യുന്നവനും തിരിച്ച് നന്മ ചെയ്യണം. ഇങ്ങോട്ട് തിരിച്ച് തിന്മ ചെയ്യുന്നവന് തിരിച്ച് നന്മ ചെയ്യുക എന്നുള്ളത് ഒരു മാനുഷിക ഗുണമാണ്. മാനുഷിക ഗുണമാണ്. നമുക്കിന്ന് ആ മാനുഷിക ഗുണങ്ങൾ ഇല്ലാതായി തീർന്നു. ഇങ്ങോട്ട് തിന്മ ചെയ്യുന്നവന് തിരിച്ച് നമ്മൾ തിന്മ ചെയ്യുന്നതിന് പകരം തിരിച്ച് നന്മ ചെയ്യുക, അത് മാനുഷിക ഗുണമാണ്. തിരിച്ച് തിന്മ ചെയ്യല്ലോ, തിരിച്ച് തിന്മ ചെയ്യുക എന്നുള്ളത് ഒരു മാനുഷിക ഗുണമായിട്ടല്ല, അത് മൃഗീയ ഗുണമാണ്. തിരിച്ചൊരുവൻ നന്മ ചെയ്തു കഴിഞ്ഞാൽ തിരിച്ച് നന്മ ചെയ്യാൻ സാധിക്കും. അത് മൃഗങ്ങൾക്കും സാധിക്കും. മനുഷ്യനേക്കാൾ ഉപരിയായി മൃഗങ്ങൾക്ക് സാധിക്കും. നായയെ നാം എടുത്തു നോക്കൂ. ഒരു നേരത്തെ ഭക്ഷണം ഒരു നായക്ക് നാം കൊടുത്താൽ, ഒരു നേരത്തെ ഭക്ഷണം നാം നമ്മുടെ നായക്ക് കൊടുത്താൽ ആ നായ നമ്മെ എന്നും ഓർക്കും. ദിവസങ്ങൾക്ക് ശേഷം നാം ആ നാട്ടിലേക്ക് കടന്നു വന്നാലും ആ നായ നമ്മെ സംരക്ഷിക്കും, അല്ലെങ്കിൽ നമുക്ക് പിന്നിൽ വാലാട്ടി നിൽക്കും, സ്നേഹത്തോടു കൂടി നിൽക്കും. ഇത് ഒരു നായയ്ക്ക് പോലും സാധിക്കും. എന്റെ പ്രിയമുള്ളവരെ, എന്നോട് നന്മ ചെയ്തു കഴിഞ്ഞാൽ ഞാനും തിരിച്ചു നന്മ ചെയ്യും എന്നുള്ളത് ഒരു മനുഷ്യന്റെ എന്തോ വലിയ ക്വാളിറ്റി ആയിട്ട് പറയേണ്ട കാര്യമല്ല. മനുഷ്യന്റെ ക്വാളിറ്റി, ഒരു മുഅ്മിനിന്റെ ക്വാളിറ്റി അല്ലാഹു പറയുന്നു, ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ. ഇങ്ങോട്ട് തിന്മ ചെയ്യുന്നവന് തിരിച്ച് നന്മ ചെയ്യലാണ് മനുഷ്യന്റെ ക്വാളിറ്റി. അങ്ങനെ ചെയ്യുമ്പോഴാണ് എന്റെ പ്രിയമുള്ളവരെ, ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവ. മറ്റുള്ളവരുടെ തിന്മകൾ കണ്ടുപിടിക്കൽ, മറ്റുള്ളവരുടെ തിന്മകൾ കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു പന്നിയെ പോലെയാണ്. ഖിൻസീർ അറബിയിൽ പറയും. പന്നി എന്താണ് ചെയ്യുന്നത്? ഒരു നല്ല വിശാലമായ സൗന്ദര്യപൂർവമായ ഒരു തോട്ടത്തിലേക്ക്, ഒരു പൂന്തോട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നോക്കുന്നത് ആ നിലയിലുള്ള ആ പൂന്തോട്ടങ്ങളോ മറ്റു കാര്യങ്ങളോ അല്ല, മറിച്ച് അത് നോക്കുന്നത് എന്താണ്? ആ പൂന്തോട്ടത്തിലുള്ള ഏതെങ്കിലും വൃത്തിഹീനമായ സ്ഥലമുണ്ടോ, മലിനം ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഏതെങ്കിലും സ്ഥലമുണ്ടോ എന്നാണ്
ആ പന്നി നോക്കുന്നത്. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, ആ സ്വഭാവം നിങ്ങൾ ആകരുത് എന്നാണ് ഒരു മഹാൻ പറയുന്നത്. നിങ്ങൾ തേനീച്ചയെ പോലെയാകുക. തേനീച്ചയുടെ പ്രവർത്തനം എന്താണ്? തേനീച്ചയുടെ പ്രവർത്തനം, അവിടേക്ക് ഈ തേനീച്ചകൾ പറന്നു പോകുന്നത് അഴുക്കിലും ചിലപ്പോൾ ഇരിക്കുന്നത് കാണാൻ സാധിക്കും. തേനീച്ചകൾ അത് അവിടെയുള്ള മധുരവും അതിൻ്റെ ഉള്ളിൽ ആർക്കും കണ്ടെത്താൻ സാധിക്കാത്ത ഔഷധവും എടുക്കുകയാണ് തേനീച്ച ചെയ്യുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ഒരുപാട് കുറ്റങ്ങളുള്ള മനുഷ്യരെ കാണാം നമ്മുടെ ഇടയിൽ, നമ്മുടെ സഹപാഠികളിൽ, നമ്മുടെ അയൽവാസികളിൽ, നമ്മുടെ സഹോദരങ്ങളിൽ, നമ്മുടെ വീട്ടിൽ കഴിയുന്നവരിൽ തെറ്റുകൾ ഒരുപാടുള്ളവരുണ്ട്. അതിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു നന്മയെ നാം എടുക്കുക. അല്ലാതെ ഒരുപാട് നന്മയുള്ള പണ്ഡിതൻ, നമ്മുടെ നാട്ടിലെ ഉസ്താദ്, ഒരുപാട് നന്മയുണ്ട്, പക്ഷേ ഈ തിന്മയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ തിന്മ എടുക്കാൻ പാടില്ല. പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മനുഷ്യർക്ക് എന്ത് പറ്റി? ആ മനുഷ്യൻ തന്റെ കണ്ണിന്റെ ഉള്ളിൽ ഇരിക്കുന്ന വലിയ മടലിനെ അവൻ കാണുന്നില്ല, മറ്റുള്ള മനുഷ്യന്റെ അപരന്റെ കണ്ണിലുള്ള കരടിനെ അവൻ എടുക്കുന്നു, അവൻ അതിനെ ശ്രദ്ധിക്കുന്നു എന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ എന്നോട് നിങ്ങളോടും പറയുന്ന ഒരു കാര്യമുണ്ട്. നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറ്റുള്ളവരുടെ നന്മകൾ കണ്ടെത്തുക. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം പരസ്പരം സ്നേഹമുണ്ടാക്കുക, ഐക്യമുണ്ടാക്കുക. പരസ്പരം സ്നേഹത്തോടും ഐക്യത്തോടും കൂടി നാം നിന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇടയിലേക്ക് ദീനില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ ദീനിന്റെ പേര് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നവരുടെ കടന്നുവരവ് അതിന് തടസ്സപ്പെടും. നേരെ മറിച്ച് നമ്മളിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളിടയിൽ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ശത്രുക്കൾ വലിഞ്ഞു കയറുന്നതിനും പരസ്പരം ദീനിന്റെ കാറ്റ് പോകുന്നതിനും പരസ്പരം ഭിന്നതകൾ ഉണ്ടാകുന്നതിനും കാരണമായി തീരും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, ഇദ്ഫഅ ബില്ലതി ഹി അഹ്സൻ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാബത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറൂ വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറൂ വമാ യുലഖാഹാ ഇല്ലാ ദൂ ഹള്ളിൻ അളീം. ഇത് ആർക്കാണ് സാധിക്കുന്നത്? എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആൻ നോക്കുക. അല്ലാഹു പറയുന്നു, ഇത് ആർക്കാണ് സാധിക്കുന്നത്? ഇങ്ങനെ പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, അവരന്റെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന ആളുകൾ നിന്റെ അടുക്കലേക്ക്, നിങ്ങൾ കുത്തുവാക്കുകൾ കൊണ്ടും പ്രശ്നങ്ങൾ കൊണ്ടും നിന്റെ അടുക്കലേക്ക് വരുമ്പോൾ തിരിച്ച് നന്മ ചെയ്യാൻ സാധിക്കുന്നത് ആർക്കാണെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അതും കൂടി പറഞ്ഞു മനസ്സിലാക്കി തരുന്നു. ക്ഷമയുള്ളവർക്ക് മാത്രമല്ലാതെ ഇത് സാധ്യമല്ല. ക്ഷമയുള്ളവർക്ക് മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. പിന്നെയും പറയുന്നു, ഇത് ആർക്കാണ് സാധിക്കുന്നത്? നമ്മെ ഒരാൾ അടിച്ചു കഴിഞ്ഞാൽ, നമുക്കെതിരിൽ കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ കുതന്ത്രങ്ങൾ പ്രയോഗിക്കാതിരിക്കുമോ? എൻ്റെ പ്രിയമുള്ളവരെ, അങ്ങനെ കുതന്ത്രങ്ങൾ പ്രയോഗിക്കാതെ നന്മ ചെയ്യണമെങ്കിൽ അത് വലിയ ക്ഷമയുള്ളവർക്ക് സാധിക്കുന്നതാണ്. ക്ഷമയുടെ പ്രതിഫലം അത് സ്വർഗമാണ്. മാത്രമോ, അതാർക്കാണ് സാധിക്കുന്നത്? വലിയ ഭാഗ്യവാന്മാർക്കാണ് സാധിക്കുന്നത്. വലിയ ഭാഗ്യവാന്മാർക്കാണ് സാധിക്കുന്നത്. വലിയ ഭാഗ്യവാന്മാരാകണമെങ്കിൽ ക്ഷമയുണ്ടായി തീരണം. രണ്ട് കാര്യം, ക്ഷമയുള്ളവർക്ക് മാത്രമേ തിന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം അവൻ സ്വർഗത്തിൽ പോകണം. ഭയങ്കര ഭാഗ്യമുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഭാഗ്യമുള്ളവരുടെ സ്ഥലം എവിടാണ്? സ്വർഗമാണ്. നാം ഇന്ന് ഭാഗ്യം, ഒരാൾ വിദേശത്തേക്ക് പോയി ഭാഗ്യവാന്മാരാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷൻ അതിന് ഉന്നതമായ മാർക്ക് ലഭിച്ചു, റാങ്ക് ലഭിച്ചു, അവൻ വലിയ ഭാഗ്യവാനാണ് എന്ന് നാം മനസ്സിലാക്കാറുണ്ട്. പക്ഷെ യഥാർത്ഥ ഭാഗ്യവാനാരാണ്? സ്വർഗത്തിലേക്ക് പോകുന്നവനാണ്. ആ സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് വേണം? അവന് ക്ഷമ വേണം. അവൻ തന്റെ അടുക്കൽ
അടുക്കലേക്ക് ഉപദ്രവത്തോടുകൂടി വരുമ്പോൾ അതിനെ വളരെ ക്ഷമയോടുകൂടി നേരിടാൻ, തന്നെ ഉപദ്രവിക്കുമ്പോൾ തിരിച്ചവർക്ക് സന്തോഷം നൽകാൻ, എൻ്റെ പ്രിയമുള്ളവരെ, അത് ക്ഷമയുള്ളവർക്ക് മാത്രം സാധിക്കുന്നതാണ്. ഒരു സഹാബിയുടെ ചരിത്രം നാം ഓർക്കുക. ഒരു അൻസാരി സഹാബിയുടെ കടയിലേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് സാധനം വാങ്ങുമ്പോൾ അൻസാരി സഹാബി പറഞ്ഞത്, എന്റെ കടയിലേക്ക് നിങ്ങൾ ഇപ്പോൾ വരണ്ട, ആ നേരെ എതിർവശത്തിരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ യഹൂദിയായ മനുഷ്യനുണ്ടല്ലോ, ജൂതനായ മനുഷ്യന്റെ കടയുണ്ടല്ലോ, ആ കടയിലേക്ക് നിങ്ങൾ പോവുക എന്ന്. ആ മനുഷ്യൻ ഇത് കേട്ടുകൊണ്ട് വളരെ ആശ്ചര്യഭരിതനായി ആ അപരനായ ആ യഹൂദിയുടെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് സാധനങ്ങൾ വാങ്ങിച്ചു. അവസാനം ആ മനുഷ്യനോട് ചോദിച്ചു, ആ അൻസാരിയായ സഹാബിയെ സംബന്ധിച്ച്, ഏ യഹൂദി, ഏ ജൂത, താങ്കളുടെ അഭിപ്രായം എന്താണ്? ആ മനുഷ്യൻ പറഞ്ഞു, ഈ മനുഷ്യനുണ്ടല്ലോ, അവൻ വളരെ മോശപ്പെട്ടവനാണ്, വളരെ ഹീനനാണ് എന്നൊക്കെ പറഞ്ഞ് മ്ലേച്ഛമായ വാക്കുകൾ കൊണ്ട് ആ മനുഷ്യനോട് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞ വാക്കുണ്ട്, എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാരെന്നറിയുമോ? എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ആ മനുഷ്യനാണ്. ആ മനുഷ്യന്റെ കടയിൽ ഇല്ലാത്ത സാധനമല്ല, ആ മനുഷ്യന്റെ കടയിലുമുണ്ട്, നിങ്ങളുടെ കടയിലുമുണ്ട്. ആ മനുഷ്യൻ ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ കാരണം, ആ മനുഷ്യന്റെ, ആ മുഅ്മിനായ സഹാബിയുടെ കടയിലേക്ക് എല്ലാ ദിവസവും ആളുകൾ വരുന്നു. ഇന്ന് അദ്ദേഹത്തിന് ഒരുപാട് ആളുകൾ വന്നു, പക്ഷേ നിങ്ങളുടെ കടയിലേക്ക് ആ മനുഷ്യൻ നോക്കുന്നുണ്ട്. നിങ്ങളുടെ കടയിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ കടയിൽ ആരും വരുന്നില്ല, നിങ്ങളുടെ കടയിൽ ആരെയും കാണുന്നില്ല. നിങ്ങളുടെ കടയിൽ ഇന്ന് വളരെ ശോചനീയമായ അവസ്ഥയാണ് ആ മനുഷ്യന് കാണുവാൻ സാധിച്ചത്. അതുകൊണ്ടാണ് ആ മനുഷ്യനാണ് നിങ്ങളുടെ അടുക്കലേക്ക് വന്നത്, നിങ്ങളെ അടുക്കലേക്ക് അയച്ചു വിട്ടത് എന്ന് പറഞ്ഞപ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ ആ യഹൂദിയുടെ ആ ഹിദായത്തിന്റെ കാരണമാകാൻ ഈ സൽസ്വഭാവത്തിന് സാധിച്ചു. കാരണം ഇത് പരിശുദ്ധ ഖുർആൻ അനുസരിക്കാൻ ആ സഹാബത്തുൽ കിറാം തയ്യാറായെങ്കിൽ, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കടയിലേക്ക് അടുത്ത കടയിലുള്ള ഒരു മനുഷ്യൻ നമ്മെ സദാ ഉപദ്രവിക്കുന്നുണ്ടോ എന്ന് നാം മനസ്സിലാക്കുക. ആ മനുഷ്യൻ എന്നും ഉപദ്രവമാണ്, ആ മനുഷ്യന്റെ ഉപദ്രവം സഹിക്കാൻ വയ്യ. എന്നാൽ നാം എന്ത് ചെയ്യും? ഉസ്താദുമാരുടെ അടുക്കലേക്കോ മറ്റാരുടെ അടുക്കലേക്കോ പോകും. അവനെ നശിപ്പിക്കാൻ എന്ത് വഴിയുണ്ട്? ആ മനുഷ്യന്റെ കച്ചവടം ഇല്ലാതാക്കണം, ആ മനുഷ്യനെ ഉന്മൂലനം ചെയ്യണം എന്ന് ചിന്തിക്കുകയില്ലേ? എന്നാൽ ഇതല്ല ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. അതാണ് സഹാബത്ത് നമുക്ക് കാണിച്ചു തന്നത്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു, അസ്ഹാബി കന്നുജൂം ബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. ഇതെന്റെ സഹാബാക്കളാണ്. അസ്ഹാബി കന്നുജൂം ഏതുപോലെയാണെന്നറിയുമോ? അവർ സ്റ്റാർ പോലെയാണ്. കന്നുജൂം സൂപ്പർ സ്റ്റാർ ആണ്. നമ്മൾ സൂപ്പർ സ്റ്റാർ ആയിട്ട് നാം അനുധാവനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആരെയാണ് സൂപ്പർ സ്റ്റാർ ആക്കേണ്ടത്? അത് ഈ സഹാബത്തുൽ കിറാമിനെയാണ്, എൻ്റെ പ്രിയമുള്ളവരെ. കാരണം ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്നത് സൂപ്പർ സ്റ്റാർ ആരാണ്? സഹാബത്തിനെ മുൻനിർത്തിക്കൊണ്ടാണ്. ഇതുപോലുള്ള സൽസ്വഭാവികളായ സഹാബത്ത്. അത് കാരണം മറ്റുള്ളവർക്ക് ഹിദായത്ത് ഇസ്ലാം മനസ്സിലായി. നാം ഒന്ന് ആലോചിക്കണം. ഇന്ന് കേരളക്കരയിൽ ഇന്ന് കാണുന്ന ഇസ്ലാം വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മറ്റുള്ളവർ പറയുന്ന തരത്തിലേക്ക് നാം ഇന്ന് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരാരാണ്? അന്ന് വന്ന 4 അംഗ സംഘം, അല്ലെങ്കിൽ വളരെ തുച്ഛമായ സഹാബത്തിന്റെ ആ പ്രവർത്തനമായിരുന്നു. അവർ നമസ്കരിക്കുന്നുണ്ട്, ഭാഷ പോലും അറിയില്ല, പക്ഷേ അവർ സൽസ്വഭാവികളായിരുന്നു. ചേരമാൻ പെരുമാൾ എന്ന് പറയുന്ന ആ വ്യക്തി ഇന്ന് മാലിക് ദീനാർ എന്ന് പറയുന്ന സഹാബിയുടെ ആ സൽസ്വഭാവത്തിന്റെ ഒരു പുഷ്പമാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫലമാണ്, എൻ്റെ പ്രിയമുള്ളവരെ. ആ സഹാബത്ത് താജുദ്ദീൻ എന്ന പേരിൽ ഇന്നും ഒമാനിൽ അടക്കപ്പെട്ടിരിക്കുന്ന ആ സഹാബിയായ ആ വ്യക്തി, ചേരമാൻ പെരുമാൾ എന്ന് പറയുന്ന രാജാവ്, അന്ന് തുടങ്ങിയ ആ ഇസ്ലാമിന്റെ ജൈത്രയാത്ര ഇന്നും കേരളക്കരയിൽ ഇന്ന് അലയടിക്കുന്നു.
പറയുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, ഇന്നും കേരളത്തിൽ ഇത്ര വർഷം കഴിയുമ്പോൾ മുസ്ലിം ഭൂരിപക്ഷമാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന തരത്തിലേക്ക് എത്തിയെങ്കിൽ ഒരിക്കലും വാളുകൊണ്ടോ മറ്റുള്ളവരെ ഉപദ്രവിച്ചത് കൊണ്ടോ ആയിരുന്നില്ല. യഥാർത്ഥ ഇസ്ലാമിന്റെ, യഥാർത്ഥ പരിശുദ്ധ ഖുർആനിന്റെ, യഥാർത്ഥ ഹദീസിന്റെ, യഥാർത്ഥ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവർത്തനം തന്റെ സ്വഭാവവൽക്കരണത്തിലൂടെ ലോകത്തിന് കാട്ടിക്കൊടുക്കുവാൻ സാധിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്ന് നാം കാണുന്നത് എൻ്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഇത് ഭാഗ്യവാന്മാർക്ക് മാത്രമാണ് സാധിക്കുന്നത്, ഭാഗ്യവാന്മാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇന്ന് പണ്ഡിതർ പോലും പരസ്പരം കലഹങ്ങളും പ്രശ്നങ്ങളും കാട്ടിക്കൊണ്ട് മനുഷ്യനെ ഇന്ന് ഭിന്നിപ്പിക്കുകയാണ്. അതാണ് കാരണം. ഏത് കാരണവുമായിക്കൊള്ളട്ടെ, ഏത് ഹദീസിന്റെയും ഏത് ഫിഖിന്റെയും കാരണമായിരുന്നാലും പരിശുദ്ധ ഖുർആനിൽ നമ്മോട് പറയപ്പെട്ടതുപോലെ ഇതിന്റെയൊക്കെ കാരണക്കാരാരെന്നറിയുമോ? ഇതിന്റെ എല്ലാം പ്രധാന കാരണക്കാര് ഇത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ ഇതിന്റെ കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾ പരസ്പരം നന്മ ചെയ്യുക എന്നുള്ളതാണ്. പരസ്പരം നന്മ ചെയ്യണം. പരസ്പരം നന്മ ചെയ്യുന്നതിൽ കൂടി മാത്രമാണ് നിങ്ങൾ ഈ പറയപ്പെടുന്ന ഫലം, നിങ്ങൾ പറയപ്പെടുന്ന നന്മ അത് ഈ ലോകത്ത് ഉണ്ടാക്കി തീർക്കാൻ ഹിദായത്ത് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും അമൂല്യമായ അള്ളാഹുവിന്റെ ദാനം അത് ലഭിക്കുന്നത്, മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കുന്നത് ഇത് സൽസ്വഭാവത്തിൽ കൂടിയാണ്. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിൽ കൂടി, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഈ സഹാബത്തിന്റെ ഈ സൽസ്വഭാവത്തിൽ കൂടി ഹിദായത്ത് ഒരു മനുഷ്യന് കാട്ടിക്കൊടുത്താൽ അതിന്റെ പ്രതിഫലം എന്തെന്നറിയുമോ? പരിശുദ്ധ ഹദീസിൽ പറയപ്പെട്ടതുപോലെ ഈ ദുനിയാവും അത് കാരണമാണ്, നീ കാരണമായിട്ട് ഒരു മനുഷ്യന് ഹിദായത്ത് കിട്ടുകയാണെങ്കിൽ അത് കാരണം നിനക്ക് ലഭിക്കാൻ പോകുന്നത് ദുനിയാവും ആഖിറത്തിലും നിങ്ങൾക്ക് അതിനേക്കാൾ ദുനിയാവ് എത്രയോ മാത്രമുണ്ടോ അതിന്റെ അത്രയും പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും എന്ന് പരിശുദ്ധ ഹദീസ് നമുക്ക് എടുക്കുവാൻ സാധിക്കും, മനസ്സിലാക്കുവാൻ സാധിക്കും. ദുനിയാവിലും ആഖിറത്തിലും ഏറ്റവും ഉന്നതമായ പ്രതിഫലം നീ കാരണമായിട്ട് ഹിദായത്ത് പ്രാപിച്ചവനാണ്. ആ ഹിദായത്ത് പ്രാപിക്കണമെങ്കിൽ നമുക്ക് ആദ്യമായി നമ്മളിൽ ഇസ്ലാമിന്റെ സ്വഭാവവൽക്കരണത്തിന്റെ അല്ലെങ്കിൽ ഇസ്ലാമികമായ സ്വഭാവത്തിന്റെ ആ ഒരു മാതൃക നമുക്ക് കാട്ടാൻ സാധിക്കണം എൻ്റെ പ്രിയമുള്ളവരെ. നമ്മൾ ഈ പറയുന്നത് പോലെ ഒന്നുമല്ല. വാളുകൾ കൊണ്ട് ഇസ്ലാം പ്രചരിച്ചിട്ടില്ല. അതുപോലെ തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും നിലയിലുള്ള നിങ്ങൾ കാണിക്കപ്പെടുന്നത് പോലെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകൾ പരത്തപ്പെടുന്നത് പോലെ ബോംബ് നിർമ്മാണത്തിലൂടെയല്ല ഇസ്ലാം വ്യാപിച്ചത്. എത്രമാത്രം അടിച്ചമർത്തപ്പെടുമ്പോഴും എത്രമാത്രം ഇല്ലായ്മ ചെയ്യപ്പെടുമ്പോഴും ഈ ലോകത്തേക്ക് ദീൻ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം അത് ഒന്നേ ഒന്ന് മാത്രമാണ്. ഇത് എന്ന് പറയപ്പെട്ട പരിശുദ്ധ ഖുർആനിലെ വാക്യം അത് മുറുകെ പിടിച്ചുകൊണ്ടുള്ള സഹാബത്തിന്റെയും അതിന് അനുധാവനം ചെയ്തിട്ടുള്ള ഇന്ന് വരെയുള്ള മനുഷ്യന്റെയും ആ പ്രവർത്തനമാണ്. അത് നിങ്ങൾ നശിപ്പിക്കരുത്, പ്രത്യേകിച്ച് പണ്ഡിതന്മാർ നശിപ്പിക്കരുത്. അല്ലെങ്കിൽ അതിന്ന് നമ്മൾ അതിനെ ഇത്രമാത്രം വിലയോടുകൂടി ഇന്നുണ്ടായിത്തീർന്ന ആ പ്രവർത്തനം നമുക്കൊന്നുമില്ലാത്ത നിലയിൽ സോഷ്യൽ മീഡിയകൾ കളിയാക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ മൂവിയുടെയും മറ്റും കട്ടുകൾ എടുത്ത് വെച്ചുകൊണ്ട് കളിയാക്കപ്പെടുന്നതിന് വേണ്ടി നിങ്ങൾ ഇട്ടുകൊടുക്കരുത്. അതിന് നിങ്ങൾ കാരണക്കാരാകരുത്. പരിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ടതുപോലെ നിങ്ങളുടെ കാറ്റ് ഇല്ലാതാക്കി പോകും. നിങ്ങൾ ഈ പറയപ്പെടുന്ന പ്രസ്ഥാനങ്ങളുണ്ടല്ലോ, ആ പ്രസ്ഥാനങ്ങളെല്ലാം ഇനി ഇല്ലാതായി പോകും. ഇനി എങ്ങനെ പറയുന്ന പ്രസ്ഥാനം ഇല്ലാതായി തീരുന്നതിന് നിങ്ങൾ കാരണക്കാരാകരുത്. നിങ്ങൾക്ക് അല്ലാഹു ആ പ്രസ്ഥാനം നൽകിയിട്ടുണ്ടെങ്കിൽ, അതിന്റെ സ്ഥാനം നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ വിവേകത്തോടുകൂടിയും ദീനോടുകൂടിയും ഇഖ്ലാസോടുകൂടിയും അതോടൊപ്പം നിങ്ങൾ സൽസ്വഭാവത്തോടുകൂടിയും നിങ്ങൾ അതിനെ നേരിടണം. അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നത് ദീനിനെ കളിയാക്കുന്ന ഒരു സമൂഹമാണ്, പരിശുദ്ധ ഖുർആനെ കളിയാക്കുന്ന ഒരു സമൂഹമാണ്. അത് മറ്റു പേരുകളിലല്ല, ഇസ്ലാമിന്റെ നാമത്തിൽ തന്നെ നിന്നുകൊണ്ട് അതിനെ കളിയാക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചതുപോലെ നാം ഓരോരുത്തരും ദീനുള്ളവരായി തീരണമെങ്കിൽ, ദീനനുസരിച്ചുള്ള ജീവിതം ഉണ്ടായി തീരണമെങ്കിൽ നമ്മുടെ മനസ്സിൽ ആദ്യം ഈമാൻ വേണം.
എൻ്റെ ഈ വേഷങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ഈ കാണപ്പെടുന്ന നമസ്കാരങ്ങളോ അല്ലെങ്കിൽ ദാനധർമ്മങ്ങളോ ഒക്കെ ചെയ്യപ്പെടുന്ന മോടി മാത്രമാണ് അല്ലെങ്കിൽ പുറംപൂച്ചു മാത്രമാണ് ഉള്ളത് എങ്കിൽ ഒരിക്കലും നാം ഈ പറയപ്പെടുന്ന പ്രതിഫലത്തിന് നമ്മൾ അർഹരാവുകയില്ല, ഈമാനുള്ളവരായി തീരുകയില്ല. പരിശുദ്ധ ഹദീസിൽ പറയപ്പെട്ടതുപോലെ കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറുസ് സബീൽ, നിങ്ങൾ ഈ ദുനിയാവിൽ ജീവിക്കേണ്ടത് വലിയ എൻ്റെ ഈ പ്രസ്ഥാനം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെ ദുനിയാവിൽ ഞാൻ വലിയ ആളാവാം, അല്ലെങ്കിൽ എത്ര മണിമാളികകൾ കെട്ടാം, അല്ലെങ്കിൽ എത്രമാത്രം എസ്റ്റേറ്റുകൾ വാങ്ങിച്ചിടാം, എത്ര ബിനാമികളെ കൊണ്ട് എത്രമാത്രം നമുക്ക് ഏക്കർ കണക്കിന് വസ്തുക്കൾ നേടിയെടുക്കാമെന്നല്ല നാം ചിന്തിക്കേണ്ടത്. മറിച്ച് പരിശുദ്ധ ഹദീസിൽ പറയപ്പെട്ടതുപോലെ യഥാർത്ഥ ഈമാനുള്ളവൻ കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറുസ് സബീൽ, നീ ദുനിയാവിൽ നീ ജീവിക്കേണ്ടത് ആരാണെന്നറിയാവോ? ഖബറാളികളെ പോലെ. നീ ഒരു വിദേശത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ എപ്രകാരമാണ് ജീവിക്കുന്നത്, ഇതുപോലെ നീ ജീവിക്കണം. ഔ ആബിറുസ് സബീൽ, വഴിയാത്രക്കാരനെ പോലെയും വിദേശിയെ പോലെയുമാണ് നീ ജീവിക്കേണ്ടത്. രണ്ടുപേരുടെയും അവസ്ഥ എന്താണ്? വഴിയാത്രക്കാരന് അവൻ അല്പം അവന് കഴിക്കാനുള്ള ഭക്ഷണം അല്ലെങ്കിൽ അതിനുള്ള വസ്ത്രം, അതിനുള്ള സാഹചര്യം, ഒരിക്കലും ട്രെയിനിൽ കയറിയിട്ട് ആ ട്രെയിൻ മുഴുവനും അവൻ അലങ്കരിക്കാൻ ശ്രമിക്കുകയില്ല. അവനറിയാം ഡൽഹിയിലേക്കുള്ള ട്രെയിൻ ആണെങ്കിൽ അവിടെ എത്തുമ്പോൾ ഇറങ്ങാനുള്ളതാണ്. ഫ്ലൈറ്റിലേക്ക് കയറുമ്പോൾ ദുബായിലേക്ക് കയറുന്ന ഒരു മനുഷ്യന് അവൻ മനസ്സിലാക്കുകയില്ലേ ഫ്ലൈറ്റ് എന്റേതാണ്, ഈ ഫ്ലൈറ്റിനകത്തുള്ള അവനൊരു സീറ്റ് അവന് മതി. അങ്ങനെ അതുപോലെ വിദേശത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ നമുക്ക് കണ്ടിട്ടില്ലേ, വിദേശങ്ങളിലേക്ക് പോകുമ്പോൾ ഞാൻ പോയതാണ്, എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. എന്റെ പ്രിയമുള്ളവരെ, 5ഉം 6ഉം 7ഉം അടുക്കുള്ള ആ കട്ടിലിന്റെ ഒരു ഭാഗം മതി ആ മനുഷ്യന്. അവന് ഏക്കർ കണക്കിനുള്ള ഒരു കോടാനുകോടിയുള്ള വീടുകൾ വേണ്ട, മണിമാളികകൾ വേണ്ട. എത്ര സമ്പത്തുള്ള മനുഷ്യനും അവന് വേണ്ടത് ഇത് മാത്രമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു ബെഡ് സ്പേസ്, അത് വെച്ചുകൊണ്ടാണ് ആ മനുഷ്യൻ ജീവിക്കുന്നത്. ഇതുപോലെ ജീവിച്ചാൽ എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ടതുപോലെ, പരിശുദ്ധ ഹദീസിൽ പറയപ്പെട്ടതുപോലെ, നിങ്ങൾ മുഅ്മിനാണോ? കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറുസ് സബീൽ വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. ഖബറാളികളിൽ നിങ്ങൾ ഉൾപ്പെടുത്തുക. നിന്റെ നഫ്സിനെ നീ ഇപ്പോൾ ഒരു ഖബറാളിയാണെങ്കിൽ, നീ ഇപ്പോൾ മരിച്ചു കിടക്കുന്ന ഒരു മയ്യത്താണെങ്കിൽ നീ എപ്രകാരമായിരിക്കും? മരിച്ചു കിടക്കുന്ന ഒരു മയ്യത്തിന് ഒരിക്കലും ഒരുപാട് ചിന്തകളോ ഒരുപാട് നേട്ടങ്ങളോ വേണമെന്ന് അവൻ ആവശ്യമില്ല. അവന് വേണ്ടത് എന്താണ്? അവൻ അനുസരണയോടുകൂടി കിടക്കും, അല്ലേ? അവന്റെ ശരീരത്തിലുള്ള വസ്ത്രങ്ങളാണെങ്കിലും, അവന്റെ ശരീരത്തിലുള്ള കുളിക്കുന്നതാണെങ്കിലും അവൻ പറയുന്നത് മറ്റുള്ളവർ പറയുന്നത് പോലെ ഇങ്ങോട്ട് തിരിച്ചു കിടത്തുമ്പോൾ ഇങ്ങോട്ട് കിടക്കും, അങ്ങോട്ട് തിരിച്ചു കിടത്തുമ്പോൾ അങ്ങോട്ട് കിടക്കും. ഖബറിലേക്ക് കിടന്നു കഴിഞ്ഞാൽ, ഖബറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ ഖബറിലേക്ക് പോകേണ്ടവനാണ്. അല്ലെങ്കിൽ ഒരു ഡോക്ടർ വന്ന് പറയുന്നു 40 ദിവസമാണ് നിന്റെ ആയുസ്, അല്ലെങ്കിൽ ഇന്ന അസുഖം, വളരെ ആരോഗ്യവാനായും മറ്റുള്ളവന്റെ വസ്തുക്കൾ അപഹരിക്കുന്നതിന് വേണ്ടിയും അവന്റെ വസ്തുവിന് വേണ്ടി കേസ് കൊടുത്തവനാണെങ്കിലും എൻ്റെ പ്രിയമുള്ളവരെ, മരണം എന്ന് കേട്ട് കഴിഞ്ഞാൽ ഞാൻ 40 ദിവസം കഴിയുമ്പോൾ ഖബറിലേക്ക് പോകേണ്ടവനാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഒരു അവസ്ഥ ഓർത്തു. അത് അവന് മാത്രമല്ല, ഒരു മുഅ്മിനെ സംബന്ധിച്ച് അത് കേൾക്കുമ്പോൾ അവൻ പേടിയില്ല. കാരണം അവന്റെ ജീവിതം മുഴുവൻ പരിശുദ്ധ ഖുർആനിൽ കൂടി പരിശുദ്ധ ഹദീസിൽ കൂടി മുത്തുനബി പറഞ്ഞതുപോലെ, നിന്റെ ശരീരത്തെ നീ ഖബറാളികളിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നിനക്കൊരിക്കലും ആഹ്ലാദമോ അഹങ്കാരമോ അനാവശ്യമായ പൊങ്ങച്ചമോ ഒന്നും ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനും ഹദീസും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന് മറ്റുള്ളവരെ നിസ്സാരനായി കാണാൻ സാധ്യമല്ല. മറ്റുള്ളവരെ നിസ്സാരനായി കാണാൻ സാധ്യമല്ല. കാരണം ഒരു മനുഷ്യൻ നല്ല സൽസ്വഭാവിയാണെങ്കിൽ അത് അവർ നോമ്പ് പിടിക്കുന്നവനും ദാനധർമ്മം ചെയ്യുന്നവനും മറ്റെല്ലാ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനേക്കാളും ശ്രേഷ്ഠനാണ്. മാത്രവുമല്ല, മീസാനിൽ ഏറ്റവും ഭാരം കൂടുന്നത് എന്താണ് നിങ്ങൾക്കറിയാമോ? അത് സൽസ്വഭാവമാണ്, മറ്റുള്ളവരോടുള്ള നല്ല പെരുമാറ്റമാണ് എന്ന് പരിശുദ്ധ ഹദീസിൽ കൂടി മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
നമ്മോട് പറഞ്ഞു തരുമ്പോൾ എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നാം ഇന്ന് ഈ ലോകത്ത് ജീവിക്കുന്നതെങ്കിൽ ഈമാനോടുകൂടി ജീവിക്കുന്നുവെങ്കിൽ സൽസ്വഭാവത്തോടുകൂടി ജീവിക്കുന്നു. ഇസ്ലാമിന്റെ പ്രഭ മറ്റുള്ളവരിലേക്ക് എത്തട്ടെ. ഇന്നും സോഷ്യൽ മീഡിയകളിൽ ദീനിന്റെ പ്രഭ ലഭിച്ച ആളുകൾ, നല്ല മുഅ്മിനീങ്ങളുമായി നല്ല സഹവാസത്തോടു കൂടി ഇരുന്നുള്ള ആളുകൾ, അവർ ഷഹാദത്ത് കലിമ പറയുന്നതായും അവർ ദീനിന്റെ നല്ല കാര്യങ്ങൾ പറയുന്നതായും കാണുവാൻ സാധിക്കും. അത് മറ്റൊന്നും കൊണ്ടല്ല, അവർ വായിച്ചത് കൊണ്ടല്ല, അവർ മനസ്സിലാക്കിയത് കൊണ്ടല്ല, അവരുടെ സഹപാഠികളിൽ നിന്നും ലഭിച്ച ഈമാനിന്റെ മാധുര്യം ലഭിച്ചത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് അവർ വെറുക്കുന്നത് എന്നറിയുമോ? അവർ സഹപാഠികൾ, അവരാരാണോ, അവർ ഇസ്ലാമിനെ കണ്ടത് എങ്ങനെയാണോ, ദീനിനെ കണ്ടത് എങ്ങനെയാണോ, ആരിൽ നിന്നാണോ പഠിച്ചത്, അവരുടെ ദുസ്വഭാവം കാരണമായിട്ടാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത് സൽസ്വഭാവികളായി തീരണം. ഏത് സൽസ്വഭാവികൾ? അസ്ഹാബികൻ നുജൂം ബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. മരണശയ്യയിലായി കിടക്കുന്ന ആരൊരു മനുഷ്യൻ സഹാബത്തിനെ അവരിൽ ആരെ നിങ്ങൾ പിൻപറ്റിയാലും നിങ്ങൾ വിജയിയായി തീരും, ഹിദായത്ത് പ്രാപിച്ചവരായി തീരും. മരണശയ്യയിൽ കിടക്കുന്ന ഒരു സഹാബി, ആ സഹാബിയുടെ അടുക്കലേക്ക് സഹോദരൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. സഹോദരൻ വന്നുകൊണ്ട് ഒരു ഗ്ലാസ് പാല് കൊടുക്കുന്നു. ആ സഹാബി ഇങ്ങനെ മരിക്കാൻ കിടക്കുകയാണ്, മരണശയ്യയിൽ പോലും. എൻ്റെ പ്രിയമുള്ളവരെ, നാം ചിന്തിക്കേണ്ടതാണ്, മരണശയ്യയിൽ പോലും ആ മനുഷ്യൻ ഇങ്ങനെ കിടക്കുമ്പോൾ, ആ സഹാബി ഇങ്ങനെ കിടക്കുമ്പോൾ അടുത്തു നിന്ന് മറ്റൊരു രോദനം കേൾക്കുകയാണ്, ആ ആ എന്നുള്ള രോദനം. ആ സഹാബി പറഞ്ഞു, എനിക്ക് ആ വെള്ളം വേണ്ട, എന്നേക്കാൾ ആവശ്യക്കാരൻ ആ സഹാബിയാണ്, അവിടേക്ക് കൊടുക്കൂ. ആ സഹാബിയുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ മൂന്നാമത് മറ്റൊരാൾ കിടക്കുന്നു, അവിടേക്ക് ശബ്ദം കേട്ടുകൊണ്ട് അങ്ങോട്ട് കൊടുക്കാൻ പറയുന്നു. അങ്ങനെ ശേഷം ആ മൂന്നാമനായ ആളിൽ നിന്നും ആ മനുഷ്യൻ മറ്റൊരു ആളിലേക്ക്, ആദ്യത്തെ ആളിലേക്ക് കാണിച്ചപ്പോൾ ആദ്യത്തെ ആള് വഫാത്താവുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതായിരുന്നു സഹാബത്തിന്റെ സ്വഭാവം. മാത്രമല്ല, ഒരു വീട്ടിലേക്ക് ഒരു ആട്ടിൻതല ഒരാൾ ദാനം ചെയ്യുകയാണ്. ആ സഹാബി വിചാരിക്കുന്നു, എനിക്കല്ല ആവശ്യം, തൊട്ടടുത്തുള്ള വീട്ടിലുള്ളവരാണ്. അങ്ങനെ അവർ കൊടുക്കുന്നു. അവർ വിചാരിക്കുന്നത്, ഞാൻ കറി വെച്ച് അല്ലെങ്കിൽ ഞാൻ ഇതിനെ പാകം ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് എൻ്റെ സഹോദരനാണ്, അവനാണ് ആവശ്യക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ സഹോദരനിലേക്ക് നൽകുന്ന, അങ്ങനെ കൊടുത്ത് അവൻ മറ്റൊരു സഹോദരന്റെ വീട്ടിലേക്ക്, അങ്ങനെ 7 വീടുകൾ കഴിഞ്ഞ് വീണ്ടും ഒന്നാമത്തെ വീട്ടിലേക്ക് എത്തി എന്ന് ഹദീസ് നമ്മോട് പറയുമ്പോൾ, സഹാബത്തിന്റെ ചരിത്രം നമ്മളിലേക്ക് അറിയിക്കുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, അവരിൽ നിന്നും ഇന്ന് നമ്മൾ എവിടേക്ക് എത്തി? ചെറിയ എന്തെങ്കിലും വാക്കുതർക്കത്തിന്റെ പേരിൽ, ഇസ്ലാമിന്റെയോ ദീനിന്റെയോ പേരിലുള്ളവരാണെങ്കിൽ പോലും പരസ്പരം കലഹിക്കുന്നൊരവസ്ഥ, മറ്റുള്ളവരിലേക്ക് ദീനിനെ എറിഞ്ഞു കൊടുക്കുന്നൊരവസ്ഥ. എന്നാലും സാരമില്ല, ദീൻ നശിച്ചാലും സാരമില്ല, ഞാൻ എൻ്റെ സ്ഥാനമാനം വിടാൻ സാധ്യമല്ല, ആർക്കും ഞാൻ ദീനിനെ കൊടുക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദീനിന് ഉണ്ടാക്കി തീർക്കുകയും അത് മറ്റുള്ളവരിലേക്ക് ദീനിനെ കുത്തിവലിക്കുന്നതിന് വേണ്ടി ഇട്ടുകൊടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അത് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിലേക്ക് നാം പോകാൻ പാടില്ല. അല്ലാഹു നമുക്ക് നല്ല രീതിയിൽ ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും ദീനിനു വേണ്ടി നാം മുന്നോട്ട് പോകുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീകളിൽ മുഅ്മിനീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമത്തെ, ദീനിന്റെ സംസാരത്തെ ഒരു സൽക്കർമ്മമായി സ്വീകരിച്ചുകൊണ്ട്, ഇത് ഒരു സാലിഹായ അമലായി സ്വീകരിച്ചുകൊണ്ട് അള്ളാഹു നമുക്ക് ആഖിറത്തിൽ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ മുത്തുനബിയോടൊപ്പം സഹാബത്തിനോടൊപ്പം സ്വർഗത്തിലേക്ക് കടക്കുവാനുള്ള ഭാഗ്യം നസീബാക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.